പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്നൊരു മയോണസ് ഉണ്ടാക്കുന്നത് നമ്മുടെ പനീറൊക്കെ വെച്ചിട്ടുള്ള കണ്ടോ വെജിറ്റേറിയൻ മയോണസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു വിഭവമാണ്. നമുക്ക് എത്ര വേണ്ട കൂട്ടാ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ കുറച്ചിട്ടുള്ളൂ, ഒരു 100 ഗ്രാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാതിരിക്കും. കുറച്ച് ഉപ്പുണ്ട്, ഉപ്പിട്ട് കൊടുക്കാം. 1/2 സ്പൂണ് ഷുഗർ ഇട്ട് കൊടുക്കാം. നമുക്ക് മുളക്, ചതച്ചത മുളകാണ്, കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ ലെമൺ, നാരങ്ങ ജ്യൂസാണ്, ലെമൺ ജ്യൂസ് കുറച്ചിട്ട് കൊടുക്കാം. എത്ര പുളിപ്പ് വേണിച്ചാൽ നമുക്ക് അത്ര കോട്ടും കുറച്ചൊക്കെ ചെയ്യാം. വെജാണ്, നോൺ വെജല്ല. 2 മാവ് വിട്ടുപോയി. വെളുത്തുള്ളി ഇട്ടിട്ടില്ല. 2 അല്ലി കണ്ടോ വെളുത്തുള്ളി ഇടുന്നുണ്ട്. അരച്ചു കൊണ്ടിരാം. അരച്ചപ്പോൾ അങ്ങനെയായി. നമ്മൾ കുറച്ച് തുള്ളി പാൽ ഒഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് നമുക്ക് ഒന്നുകൂടി അരച്ചു കൊണ്ടിരാം. കണ്ടോ നല്ല കളർഫുള്ളായ മയോണസ് സെറ്റ്. നമുക്കിത് ഇനി മിക്സാക്കാം. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. തോനെ വേണമെങ്കിൽ തോനെ ഉണ്ടാക്കാം. ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇടുന്നുണ്ട്, കുറച്ച് നമ്മുടെ സവാള മിക്സാക്കാം. സവാളയും ക്യാരറ്റും ക്യാപ്സിക്കം ഒക്കെ ഇടാം, കാബേജ് ഇടാം. നല്ല മിക്സാക്കി കൊടുക്കാം. അടിപൊളി മയോണസ് സെറ്റ്. മല്ലിയില ഇടാം, കറിവേപ്പില ഇടാം. അപ്പം നമുക്ക് തുടങ്ങാം. നമുക്ക് ഉള്ളി ഒക്കെ എത്ര കൂട്ടാ കുറയ്ക്കുക, ക്യാരറ്റ് കൂട്ടാ കുറയ്ക്കുക, മല്ലിയില ഇടാം, കറിവേപ്പില ഇടാം കേട്ടോ, എല്ലാം ഇടാം. നമുക്ക് ബ്രെഡിലാണ് ഉണ്ടാക്കുന്നത്. ചെറിയ കുഞ്ഞ് ബ്രെഡാണ്, വലിയ ബ്രെഡ് കിട്ടില്ല. എരിവൊക്കെ കൂട്ടാ കുറയ്ക്കുക. കുട്ടികൾക്ക് ഒന്ന് വാങ്ങാണ്ട് ഇങ്ങനെ വീട്ടിലേ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. സ്കൂൾ ലീവല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. മുട്ട വേണമെങ്കിൽ മുട്ട പുഴുങ്ങി പൊടിച്ചിട്ട് ഇടാൻ പറ്റും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പുഴുങ്ങി പൊടിച്ചിട്ട് ഇടാം. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് മാറ്റി മറിച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റുള്ളത്, നല്ല ആരോഗ്യമായിട്ട് കൂടുതൽ പുറത്തുനിന്ന് വാങ്ങാണ്ട് നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈസിയാണ്, സിമ്പിളാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റായി നമ്മുടെ ബ്രെഡ് അങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് ചുട്ടെടുക്കാം. അതേമാതിരി വീണ്ടും വലിയ ബ്രെഡ് വെച്ച് വലിയ ബ്രെഡ് ഉണ്ടാക്കി കൊടുക്കാം. ചപ്പാത്തിയിൽ വെച്ച് റോൾ ചെയ്ത് കൊടുക്കാം. കടയിൽ നിന്ന് വാങ്ങാണ്ട് നമ്മൾ വീട്ടിലേ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈസിയാണ്, സിമ്പിളാണ്, ടേസ്റ്റിയാണ്. അതേപോലെ നമുക്ക് കണ്ടോ വയ്ക്കുക, അമർത്താം. നമ്മൾ ചുട്ടെടുക്കാം. ചട്ടി വെച്ചു, അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒരു കഷ്ണം. ബട്ടറോ എണ്ണ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇട്ടുണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്തോ വെച്ച് കൊടുക്കുന്നു. പിന്നെ വീണ്ടും നമുക്ക് തിരിച്ചിട്ട് അരിക്കിനെ വെക്കാം.
കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നമുക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ വൈകുന്നേരത്തേക്കോ രാവിലേക്കോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. നോൺ വെജ് തന്നെ വേണമെന്നൊന്നുമില്ല, വെജിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പനീറൊക്കെ നല്ലതാണല്ലോ, നമ്മൾ കറിയല്ലേ വയ്ക്കുള്ളൂ. പനീർ ബട്ടർ മസാല, പിന്നെ വറുത്ത മാതിരി, റൈസ്, അങ്ങനെ മാറി മാറി ഉണ്ടാക്കും കറികളായിട്ട്. നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ, കളർ മാറി വരണം. അപ്പോൾ നമ്മുടെ ബ്രെഡായെന്ന് അർത്ഥം. എൻ്റെ ചെറിയ ബ്രെഡാണുള്ളത്, വലിയ ബ്രെഡ് ഇല്ല, ആ ഉള്ളത് കൊണ്ട് ഉണ്ടാക്കുകയാണ്. അടിപൊളി. അതേ കല്ലിൽ നമുക്ക് ചെറിയൊരു ദോശ, ഊത്താപ്പം, ദോശ. അപ്പോൾ കണ്ടോ, നമ്മുടെ ദോശ അടിപൊളി സെറ്റായി. കണ്ടോ, അതേമാതിരി നമ്മുടെ ബ്രെഡും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഇതേമാതിരി ദോശയും ബ്രെഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം.